വദന്തി ദ ഫേബിൾ ഓഫ് ഫെലോണിയുടെ അവസാന ഭാഗത്തിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ വിവേകിനെന്തോ ഈ കേസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവൻ വീണ്ടും റൂബിയുടെ മൊഴി ആലോചിക്കുന്നു. വെലോണിയെ കാണാതാകുന്ന ദിവസം, അതായത് മാർച്ച് 20 അന്ന് റൂബിയും വെലോണിയും ചർച്ചിൽ പോയി വന്നുവെന്നാണ് റൂബി പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് പള്ളി ഉണ്ടായിരുന്നില്ല. അന്ന് ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നുകൊണ്ട് പള്ളിയിൽ അച്ഛൻ നേരത്തെ തന്നെ പള്ളിയിൽ മറ്റു പരിപാടികളൊന്നും ഉണ്ടാകില്ലെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റാമറിന് കൊടുത്ത മൊഴിയിൽ റൂബി പള്ളിക്കകത്ത് നിന്ന് 9:30 ആയപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വെലോണി ആരോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടുവെന്നാണ് പറഞ്ഞിരുന്നത്. അതും കള്ളമാണ്. അന്ന് ഞായറാഴ്ച റൂബിയും വെലോണിയും പള്ളിയിൽ പോയിട്ടില്ല. റൂബി പറഞ്ഞതെല്ലാം കള്ളമാണ്. അപ്പോൾ റൂബി ആയിരിക്കുമോ സ്വന്തം മകളുടെ കൊലയ്ക്ക് പിന്നിൽ? വിവേക് അപ്പോൾ തന്നെ റൂബിയെ കസ്റ്റഡിയിലെടുത്തു. എന്നിട്ട് ഒരു പോലീസുകാരിയോട് അവളെ ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്തായാലും അവൾ ഇതെല്ലാം നിഷേധിക്കുകയുള്ളൂ. എങ്കിൽ പിന്നെ അവളെ സത്യം പറയിപ്പിക്കുക തന്നെ. അവൻ വേണ്ട നിർദ്ദേശങ്ങൾ ആ പോലീസുകാരിക്ക് കൊടുത്തു. എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെന്ന് വിവേക് ആവശ്യപ്പെട്ടു. ആ പോലീസുകാരി റൂബിയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ എത്ര ചോദിച്ചിട്ടും തനിക്കൊന്നും അറിയില്ലെന്നാണ് റൂബി പറയുന്നത്. ഇത് കേട്ടിട്ട് പോലീസുകാരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയം വിവേക് ലോഡ്ജിൽ എത്തിയിരിക്കുകയാണ്. അവൻ അവിടെ ചെന്ന് എന്തോ പരുതുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ആ പോലീസുകാരി റൂബിയെ വല്ലാതെ ചോദ്യം ചെയ്യുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും റൂബി തനിക്കൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. അവരുടെ ചോദ്യം ചെയ്യലിൽ റൂബി തലകറങ്ങി വീഴുന്നു. ഈ സമയം ലോഡ്ജിൽ വിവേകും റാമറും അവിടെ എല്ലാം പരുതുകയാണ്. റൂബി ഒന്നും സമ്മതിക്കില്ലെന്ന് വിവേകിന് അറിയാമായിരുന്നു. എന്തെങ്കിലും എവിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് വിവേകും റാമറും ലോഡ്ജിൽ എത്തിയിരിക്കുന്നത്. വിവേക് അലമാരയിൽ പരുതുന്നു. അവൻ അതിലെ ഡ്രസ് എല്ലാം എടുത്ത് മാറ്റുന്നു. പെട്ടെന്ന് ഒരു ലെറ്റർ താഴെ വീഴുന്നു. അവൻ അതെടുത്ത് വായിച്ചു നോക്കുന്നു. വിവേക് വീണ്ടും സ്റ്റേഷനിലെത്തി. പോലീസുകാരി റൂബി തലകറങ്ങി വീണ വിവരം വിവേകിനോട് പറയുന്നു. റൂബി നല്ലപോലെ പേടിച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നു. വെള്ളം തളിച്ചപ്പോൾ റൂബിക്ക് ബോധം വന്നിട്ടുണ്ട്. വിവേക് റൂബിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. വിവേകിന് നല്ലപോലെ ദേഷ്യം വന്നിട്ടുണ്ട്. അവൻ റൂബിയോട് നിനക്കെതിരെ ഞങ്ങൾക്ക് എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. അതിന്റെ പുറത്താണ് നിന്നെ ഞങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. നീയായിട്ട് തന്നെ എല്ലാ സത്യവും പറയാൻ റൂബിയോട് അവൻ ആവശ്യപ്പെടുന്നു. പക്ഷേ താൻ തന്റെ മകളെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് റൂബി ആവർത്തിച്ചു പറയുന്നു. അത് കേട്ടതും വിവേകിന് ദേഷ്യം വരുന്നു. അവൻ മാർച്ച് 20 നീ പള്ളിയിൽ പോയിരുന്നു എന്നല്ലേ പറഞ്ഞിരുന്നത്? നീ എന്തിനാണ് കള്ളം പറഞ്ഞത്? അന്ന് തന്നെ നീ ആന്റിയുടെ വീട്ടിൽ വെലോണിയെ പറഞ്ഞു വിടുകയില്ലേ ചെയ്തത്? റൂബിയുടെ മൊഴി പ്രകാരം വെലോണി അന്ന് ആന്റിയുടെ വീട്ടിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോയിരുന്നുവെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് റൂബി തന്നെയാണ് നിർബന്ധിച്ച് വെലോണിയെ ആന്റിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. എന്നിട്ട് കള്ളമൊഴിയാണ് റൂബി കൊടുത്തിരിക്കുന്നത്. അന്ന് പള്ളിയിൽ പോയിരുന്നതും വെലോണി സ്വന്തം ഇഷ്ടപ്രകാരം ആന്റിയുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞതും രണ്ടും റൂബി കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് രാവിലെ വെലോണിയുടെ റൂമിലേക്ക് വന്ന റൂബി വെലോണിയോട് ആന്റിയെ കാണാൻ പോണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ പോയിട്ട് വരാനും അവളോട് ആവശ്യപ്പെടുന്നു. അത് കേട്ട വെലോണി ആകെ അത്ഭുതപ്പെടുന്നു. സാധാരണ അമ്മ അങ്ങനെ വിടാറില്ലല്ലോ. വിഘ്നേഷിനെയും കൂട്ടിക്കൊണ്ടു പോകാൻ റൂബി പറയുന്നുണ്ട്. വെലോണിക്ക് അതിന് താല്പര്യമില്ല. അങ്ങനെയെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വിഘ്നേഷിനോട് പറയാൻ റൂബി പറയുന്നു. ഇങ്ങനെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് അവൾ അന്ന് പോയത്. തന്നെ എന്തിനാണ് പറഞ്ഞു വിടുന്നതെന്ന്, ഇതെന്താ കാര്യമെന്ന് വെലോണി അമ്മയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചോദിക്കണ്ട, നീ പോയിട്ട് വരാൻ റൂബി അവളോട് പറയുന്നു. അവൾ പോകാനൊരുങ്ങി പുറത്തിറങ്ങിയപ്പോൾ നോവലിസ്റ്റിന്റെ ആ കോൾ വരുന്നത് കാണിക്കുന്നു. അയാളോട് അവൾ വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. അയാൾക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫംഗ്ഷൻ ക്യാൻസൽ ആയി എന്ന് അയാൾ പറയുന്നു. അവൾ അപ്പോൾ അയാളോട് അതിലെനിക്ക് പരിഭവമില്ലെന്ന് പറയുന്നു. കാരണം ഇന്ന് താൻ വളരെ സന്തോഷത്തിലാണ്. തന്റെ അമ്മ ആന്റിയുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാണെന്നും അവൾ അയാളോട് പറയുന്നു. അയാൾ അപ്പോൾ അങ്ങനെ സാധാരണ പതിവില്ലല്ലോ എന്ന് പറയുന്നു. ഇതിപ്പോ എന്ത് സംഭവിച്ചു എന്നും അയാൾ ചോദിക്കുന്നു. എന്റെ അമ്മ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ചെയ്യാറുണ്ടെന്ന് അവൾ പറയുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് അന്ന് വെലോണി അവിടുന്ന് തിരിച്ചത്. അന്ന് ആന്റിയുടെ വീട്ടിലേക്ക് വെലോണി പറഞ്ഞു വിട്ടത് റൂബി തന്നെയാണെന്ന് ഈ കോളിലൂടെ നോവലിസ്റ്റിന് മനസ്സിലായിട്ടുണ്ട്. അത് അയാൾ വിവേകിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആന്റിയുടെ വീട്ടിലേക്ക് വെലോണി സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്നാണല്ലോ ഇത്രയും കാലം റൂബി പറഞ്ഞുകൊണ്ടിരുന്നത്. വിവേക് അത് ചോദ്യം ചെയ്യുന്നു. നീ തന്നെയല്ലേ അവളെ പറഞ്ഞു വിട്ടത്? പക്ഷേ ഇത് കേട്ടതും റൂബി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ടും അവൾ ഒന്നും സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. നീ എന്താണ് അന്ന് അവളെ പറഞ്ഞു വിട്ടിട്ട് പ്ലാൻ ചെയ്തതെന്ന് വിവേക് റൂബിയോട് ചോദിക്കുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇതെല്ലാം കൂടെ കേട്ട് വിവേകിന് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. റൂബി തനിക്ക് ലോയറെ കാണണമെന്ന് പറയുന്നു. വിവേക് അവളോട് ഒച്ചയിടുന്നു. എന്നിട്ട് അവൻ തന്റെ കയ്യിലുള്ള ലോഡ്ജിൽ നിന്ന് കിട്ടിയ ആ ലെറ്റർ എടുത്ത് കാണിക്കുന്നു. അതേസമയം തന്നെ നോവലിസ്റ്റിനോട് ആ ലെറ്ററിൽ എഴുതിയ കാര്യങ്ങൾ വെലോണി പറയുന്നതും കാണിക്കുന്നു. അവളെ 2 വർഷം മുമ്പ് കാണാതായിരുന്നല്ലോ. അന്ന് അവൾക്ക് അമ്മയോട് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അവൾ വീട് വിട്ടു പോയത്. അവളൊരു ലെറ്റർ അമ്മയ്ക്ക് എഴുതി അവിടെ വെച്ചിരുന്നു. അതാണ് ഇപ്പോൾ വിവേകിന് കിട്ടിയിരിക്കുന്നത്. ഈ കത്തിൽ നിന്നെക്കുറിച്ച് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ എന്ന് റൂബിയോട് വിവേക് ചോദിക്കുന്നു. അവൾ ആ കത്ത് തട്ടിപ്പറിക്കാൻ നോക്കുന്നു. അത് വായിക്കില്ലേ എന്നും അവൾ പറയുന്നു. പക്ഷേ അവനത് കൊടുക്കുന്നില്ല. അവൻ അവളോട് ഒച്ചയിടുന്നു. ആ ലെറ്റർ വായിക്കില്ലേ എന്ന് പറഞ്ഞ് റൂബി കരയുന്നുണ്ട്. അവളെ ഒരു പോലീസുകാരി പിടിച്ചു നിർത്തുന്നു. അവൾ ആ ലെറ്ററിൽ കരഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നു. അന്ന് അവളുടെ ഡ്രസ്സിൽ ചോരയായത് ഒരു നായ്ക്കുട്ടി വഴിയരികിൽ പരിക്കുപറ്റി കിടന്നതിനെ രക്ഷിച്ചതുകൊണ്ടായിരുന്നു. അവൾ അതിനെ എടുത്തുകൊണ്ടുപോയി റേറ്റ് ചെയ്തു. അതിലവൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി. ആ സന്തോഷം റൂബി അന്ന് നശിപ്പിച്ചു. നിങ്ങൾ അന്ന് എന്നെ കുറിച്ച് വേണ്ടാത്തതെല്ലാം ചിന്തിച്ചില്ലേ എന്ന് വെലോണി അതിൽ എഴുതിയിരിക്കുന്നു.
എന്നെക്കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ തോന്നിയെന്നും അവൾ അതിൽ എഴുതിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ മകളല്ലേ? അപ്പോഴാണ് പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നത്. അങ്കിൾ ആന്റണിയും റൂബിക്കും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അത് വെലോണിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അത് മറിക്കാനാണ് അമ്മ ഇത്രയും കാലം കഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയാമെന്നും അവൾ പറയുന്നു. പക്ഷേ ഞാൻ അമ്മയെ ഒരിക്കലും തെറ്റിദ്ധരിച്ചിട്ടില്ല. അമ്മയ്ക്ക് ഒരു കല്യാണം കഴിക്കാമായിരുന്നില്ലേ എന്നല്ല അവൾ അതിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അമ്മയ്ക്ക് ഞാൻ അമ്മയെ തെറ്റിദ്ധരിക്കുമെന്നുള്ള ഈ പേടി ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്നും അവൾ അതിൽ എഴുതിയിരിക്കുന്നു. അമ്മയെ കല്യാണം കഴിക്കുന്നയാളും അങ്കിൾ ആന്റണിയെ പോലെ എന്നോട് മിസ്ബിഹേവ് ചെയ്യുമോ എന്ന് ഓർത്തിട്ടാണോ അമ്മ കല്യാണം കഴിക്കാതിരുന്നതെന്നും അവൾ ചോദിക്കുന്നു. പക്ഷേ എനിക്കതെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ട് അമ്മ എന്നെ പ്രൊട്ടക്ട് ചെയ്തില്ലല്ലോ എന്നും അവൾ പറയുന്നു. ഞാൻ എത്രമാത്രം സഫർ ചെയ്തെന്ന് അമ്മയ്ക്ക് അറിയാമോ? അമ്മ വീണ്ടും അമ്മയിൽ നിന്നും എന്നെ അകറ്റുകയായിരുന്നു. ഞാൻ ഒരുപാട് സഫർ ചെയ്തു എന്നും അവൾ അതിൽ കരഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നു. അമ്മ എന്നെ കെയർ ചെയ്തിട്ടേയില്ല. എന്നിട്ടിപ്പോൾ എന്റെ ഡ്രസ്സിൽ ചോര കണ്ടപ്പോൾ അമ്മ എന്തെല്ലാമോ തെറ്റിദ്ധരിക്കുന്നു. ഞാൻ അമ്മയെ പോലെ അല്ലെന്നും അവൾ പറയുന്നു. ഞാൻ നിങ്ങളുടെ മകളായിരിക്കാം, പക്ഷേ ഞാൻ എന്റെ അച്ഛന്റെ മകൾ കൂടിയാണ്. നിങ്ങളെക്കാളും എന്റെ അച്ഛനുമായിട്ടാണ് എനിക്ക് സാമ്യം എന്നെല്ലാം അവൾ അതിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ പ്രത്യേകിക്കുന്നത് എന്റെ തെറ്റാണോ എന്ന് അവൾ ചോദിക്കുന്നു. വോയിസിന്റെ പുറകിൽ വരുന്നതും അതും എന്റെ തെറ്റാണോ? ഇപ്പോഴും അമ്മ എന്നെ സംശയത്തോടെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. വാക്കുകൾ കൊണ്ട് എന്നെ ഹേർട്ട് ചെയ്യാറുണ്ട്. അമ്മയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ മൊട്ടയടിക്കാൻ വരെ തയ്യാറായതായിരുന്നു. എന്റെ മുഖം നശിപ്പിക്കാൻ വരെ ഞാൻ നോക്കി. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ ആ കത്തിൽ അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടാണ് അന്ന് അവൾ ലോഡ്ജ് വിട്ട് ഓടിപ്പോയത്. പക്ഷെ അവൾ തിരിച്ചു വന്നിരുന്നു. ആ കത്ത് വിവേക് വായിച്ചു നിർത്തുന്നു. റൂബി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. തിരിച്ചു വന്ന വെലോണി അവിടെ എല്ലാം ആ ലെറ്റർ തപ്പുന്നു. പക്ഷെ അത് റൂബിയുടെ കയ്യിലായിരുന്നു. അവൾ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. വെലോണി ഓടിച്ചെന്ന് റൂബിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എനിക്ക് മരിക്കാൻ സാധിച്ചില്ലെന്ന് അവൾ പറയുന്നു. സോറി എന്ന് പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. റൂബി താൻ തന്റെ മകളെ കൊന്നിട്ടില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരയുന്നു. ഞാൻ എന്റെ മകളെ കൊന്നിട്ടില്ല. എന്റെ മകളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ അവളെ കൊന്നിട്ടില്ലെന്ന് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വിവേക് അപ്പോൾ തനിക്ക് എന്താണ് നടന്നതെന്ന് അറിയാമെന്ന് അവളോട് പറയുന്നു. നീയും വിഘ്നേഷും തമ്മിൽ അഫയർ ഉണ്ടായിരുന്നു. അവന്റെ ഹെൽപ്പ് നിനക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം മോളെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കാൻ നീ തീരുമാനിച്ചു. പക്ഷെ വിഘ്നേഷ് വെലോണിയുമായി ശരിക്കും ഇഷ്ടത്തിലാവുന്നു. നിനക്കപ്പോൾ അതിൽ അസൂയയായി. അതുകൊണ്ട് നീ അവളെ കൊന്നുവല്ലേ എന്ന് റൂബിയോട് വിവേക് ചോദിക്കുന്നു. ഇത് കേട്ടിട്ട് റൂബി ശക്തമായി നിഷേധിക്കുകയാണ്. ഞാൻ എന്റെ മകളെ കൊന്നിട്ടില്ലെന്ന് അവൾ വീണ്ടും പറയുന്നു. വിവേകിന് വീണ്ടും ദേഷ്യം വരുന്നു. നീ കള്ളമാണ് പറയുന്നത്. നീ നിന്റെ മകളെ കൊന്നുവെന്ന് വിവേക് ആവർത്തിച്ചു പറയുന്നു. പക്ഷെ താൻ അവളെ കൊന്നിട്ടില്ലെന്ന് റൂബിയും വീണ്ടും പറയുന്നു. വിവേക് അവിടെയുള്ള പോലീസുകാരെ വിളിക്കുന്നു. അവർ ഒരു വടിയുമായി റൂബിയുടെ അടുത്തേക്ക് വരുന്നു, അവളെ തല്ലാനായി. പക്ഷേ പെട്ടെന്നാണ് സംഭവിച്ചത്. റൂബി അവിടെ ഇരിക്കുന്ന ഒരു കത്തിയെടുത്ത് അവളുടെ കഴുത്ത് മുറിക്കുന്നു. ചോര ചീറ്റി ആ പോലീസുകാരെ തെറിക്കുന്നു. അവിടെയുള്ളവരെല്ലാം സ്തബ്ധരായി പോകുന്നു. റൂബി അവർ ഉടൻ തന്നെ ഹോസ്പിറ്റലിലാക്കി. അവൾ മരിച്ചിട്ടില്ല, രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. വിവേകും റാമറും ഹോസ്പിറ്റൽ ക്യാന്റീനിൽ നിന്ന് സംസാരിക്കുന്നു. എന്നാലും അവൾ എന്തൊരു സ്ത്രീയാണെന്ന് റാമർ പറയുന്നു. സ്വന്തം കഴുത്ത് മുറിച്ചിട്ട് സത്യം മറയ്ക്കാൻ നോക്കുന്നുവല്ലോ എന്ന് അയാൾ പറയുന്നു. ഇനി റൂബി ആയിരിക്കില്ലേ വെലോണിയെ കൊന്നതെന്ന് വിവേക് റാമറോട് ചോദിക്കുന്നു. അതെന്താ അങ്ങനെ ചിന്തിക്കാന്ന് റാമർ ചോദിക്കുന്നു. താൻ വലന്റെ പേര് റൂബിയോട് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ ഒരു മാറ്റവും കണ്ടില്ല. അവളായിരുന്നു വലനെ കൊണ്ട് വെലോണിയെ കുരിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ നോക്കുള്ളൂ, അല്ലാതെ സ്വന്തമായി ആത്മഹത്യ ചെയ്യാൻ നോക്കുമ്പോ എന്നെല്ലാം വിവേകിന് സംശയം തോന്നുന്നു. അതൊക്കെ ശരിയാണ്, പക്ഷെ പിന്നെന്തിനാണ് അവൾ നമ്മളോട് കള്ളം പറഞ്ഞു എന്ന് റാമർ ചോദിക്കുന്നു. ഡോക്ടർ വിവേകിനോട് റൂബി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അവൾ സംസാരിക്കാൻ കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ ഒരു മാസമെങ്കിലും പിടിക്കുമെന്ന് ഡോക്ടർ പറയുന്നു. ഈ സമയം ജോൺസും ഒരു ജോലിക്കാരനും റൂബിയെ കാണാൻ വന്നിട്ടുണ്ട്. വിവേകിനോട് അനുവാദം വാങ്ങി അവർ റൂബിയെ കാണാൻ ചെല്ലുന്നു. വിവേക് അവിടെ നിന്ന് പോലീസുകാരിയോട് റൂബിക്കെതിരെ ഒരു ആത്മഹത്യാ ശ്രമത്തിന് എഫ്ഐആർ തയ്യാറാക്കാൻ പറയുന്നു. ഈ സമയം ജോൺസ് അകത്ത് കയറി റൂബിയെ കാണുന്നു. അവന്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടഭാവം. അവൻ എന്തോ ഒന്ന് ആലോചിക്കുന്നു. അപ്പോഴാണ് റൂബിയും അവനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത്. അവർ തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടായിരുന്നു. അത് പക്ഷെ ആർക്കും അറിയില്ല. അവൻ റൂബിയുടെ കൈ പിടിച്ച് അവിടെ ഇരുന്ന് അതെല്ലാം ആലോചിക്കുന്നു. അവന് റൂബിയോട് അടങ്ങാത്ത സ്നേഹമാണ്. നമുക്ക് കല്യാണം കഴിക്കാമെന്ന് അവളോട് അവൻ പറയുന്നുണ്ട്. പക്ഷേ റൂബി അത് നിഷേധിക്കുന്നു. നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുന്നു. വെലോണിക്ക് കല്യാണപ്രായമായി. ഈ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചാൽ എങ്ങനെയാണെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അത് മാത്രമല്ല, നിന്റെ വയസ്സും എന്റെ വയസ്സും തമ്മിൽ എന്തൊരു വ്യത്യാസമുണ്ട്. അവൻ അവളെക്കാളും ഒരുപാട് ചെറുതാണ്. എനിക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമല്ലെന്ന് ജോൺസ് അവളോട് പറയുന്നു. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണെന്നും അവൻ പറയുന്നു. പക്ഷേ റൂബി വീണ്ടും അതൊന്നും വേണ്ട എന്ന് പറയുന്നു. ഇത് നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാണെന്നും അവൾ പറയുന്നു. ഇനി നീ ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താമെന്ന് അവൾ പറയുന്നു. ഉടനെ അവൻ അവളോട് സോറി പറയുന്നു. അങ്ങനെ ഒളിച്ചുകൊണ്ട് അവരുടെ ആ ബന്ധം തുടർന്നു പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതൊന്നും പുറത്താർക്കും അറിയില്ലായിരുന്നു. പുറത്ത് അവർ ലോഡ്ജിന്റെ ഉടമസ്ഥയും ജോൺസ് അവിടെ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനും മാത്രമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. ഒരു ദിവസം റൂബി താൻ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കുന്നു. അവളത് അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അത് അബോർഷൻ ചെയ്യാൻ പോകാനാണ് അവൾ വെലോണിയെ അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെ വെലോണിയെ അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് റൂബി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൾ അബോർഷൻ നടത്തുന്നു.
അടുത്ത സീനിൽ ഇപ്പോഴത്തെ കാലമാണ് കാണിക്കുന്നത്. റൂബി തിരിച്ച് ലോഡ്ജിലേക്ക് കൊണ്ടുപോവുകയാണ്. ജോൺസ് അവളെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകാനായി വരുന്നു. ഈ സമയമാണ് ആ പോലീസുകാരി റൂബിക്കെതിരെയുള്ള എഫ്ഐആറിൽ ഒപ്പിടാൻ ജോൺസിനോട് പറയുന്നത്. അവൾക്കെതിരെ ആത്മഹത്യാ ശ്രമത്തിന് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അവൻ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. നാളെ സ്റ്റേഷനിൽ വന്ന് 2000 രൂപ ഫൈൻ കെട്ടാനും ആ പോലീസുകാരി അവനോട് പറയുന്നു. ജോൺസ് റൂബിയുമായി അവിടുന്ന് പോകുന്നു. അവർ ലോഡ്ജിലെത്തി. അവിടെ നിന്ന് റൂബിയോട് ജോൺസ് പരിഭവം പറയുന്നു. ഇതെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. റൂബി മരിച്ചു പോയിരുന്നെങ്കിൽ താനും മരിച്ചു കളഞ്ഞേനെ എന്ന് അവൻ പറയുന്നു. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ വിവേകിന്റെ അടുത്ത് റൂബിയുടെ ആ എഫ്ഐആർ കൊണ്ടുവന്ന് ആ പോലീസുകാരി കൊടുക്കുന്നു. വിവേകിനാകെ എന്തു ചെയ്യണമെന്നറിയില്ല. അവൻ ആ എഫ്ഐആർ തുറന്നു നോക്കുന്നു. അതിനത് മടക്കി മേശയിൽ വെക്കുന്നു. പക്ഷെ പെട്ടെന്നാണ് അവൻ എന്തോ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അവൻ ആ എഫ്ഐആർ എടുത്ത് വീണ്ടും നോക്കുന്നു. എന്തോ മനസ്സിലാക്കി അവൻ അവിടുന്ന് വേഗം പോകുന്നു. ഈ സമയം വീണ്ടും ജോൺസ് റൂബിയോട് സംസാരിക്കുകയാണ്. ഇപ്പോഴും റൂബി വെലോണിയെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ജോൺസ് ചോദിക്കുന്നു. എനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. അവൾ ജീവിച്ചിരുന്നപ്പോൾ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ അവൾ മരിച്ചു പോയി കഴിഞ്ഞിട്ടും റൂബിക്ക് പ്രശ്നങ്ങൾ തന്നെ എന്ന് പറഞ്ഞു അവൻ കരയുന്നുണ്ട്. റൂബിക്ക് ഒന്നും പറയാൻ കഴിയാതെ അവൾ അവിടെ കിടക്കുന്നുണ്ട്. പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. അവൻ ആരാണെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കതവ് തുറക്കുന്നു. അവിടെ വിവേകും റാമറുമാണുള്ളത്. അവരെ കണ്ട് അവൻ ഞെട്ടുന്നുണ്ട്. അടുത്ത സീനിൽ വിവേകിന്റെ മുമ്പിൽ പേടിച്ചു വരച്ചു നിൽക്കുന്ന ജോൺസിനെയാണ് കാണിക്കുന്നത്. വിവേകിന്റെ മുഖത്ത് അവനോട് അടങ്ങാത്ത ദേഷ്യമുണ്ട്. ജോൺസിന്റെ മുഖത്ത് വിവേക് ഞാൻ അടിക്കുന്നു. റൂബിക്ക് ഇത് കേട്ട് വല്ലാതെ ആവുന്നുണ്ട്. ഞാൻ നിന്നെ അടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ എന്ന് വിവേക് അവനോട് ചോദിക്കുന്നു. അറിയില്ലെന്ന് അവൻ പറയുന്നു. അവൻ വീണ്ടും അടികൊള്ളുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ സത്യം മാത്രമേ പറയാവൂ എന്ന് വിവേക് അവനോട് പറയുന്നു. വിവേക് അവനോട് വലനും നിനക്കും എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നു. ആ സമയം വലന്റെ പേര് കേട്ടതും ജോൺസ് ഞെട്ടുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ വിവേകിന് ഉറപ്പായി. ആ ഞെട്ടലാണ് വിവേക് ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. വലന്റെ പേര് കേട്ടപ്പോൾ തന്നെ ജോൺസ് ഞെട്ടിയിരിക്കുന്നു. അപ്പോൾ ജോൺസും വലനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്ന് വിവേക് ചോദിക്കുന്നു. വിവേക് വീണ്ടും അവന്റെ മുഖത്തടിക്കുന്നു. അവന് വല്ലാതെ വേദന എടുക്കുന്നുണ്ട്. ആ അടി കൊണ്ടതും വലൻ തന്റെ മൂത്ത സഹോദരനാണെന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് വലന്റെ വീട്ടിൽ അന്ന് വിവേകും രാമറും പോയ ദിവസം കാണിക്കുന്നത്. അവിടെ ഇരിക്കുന്നൊരു ഫോട്ടോ എടുത്ത് അവർ വലന്റെ അച്ഛനോട് ഇതാരാണെന്ന് ചോദിച്ചിരുന്നു. അത് 2 കുഞ്ഞു പിള്ളേരാണുള്ളത്. അത് വലനും ത്വരയുമാണെന്നാണ് അവരുടെ അച്ഛൻ പറയുന്നത്. അയാളുടെ 2 മക്കൾ. അപ്പോഴാണ് എഫ്ഐആർ ജോൺസ് ഒപ്പിട്ട ഭാഗം പേര് എഴുതിയിരിക്കുന്നത് കാണിക്കുന്നത്. ജോൺസ് ത്വര എന്നാണ് ജോൺസിന്റെ മുഴുവൻ പേര്. അങ്ങനെയാണ് ജോൺസ് ആണ് ഇതിന് പിന്നിലെന്ന് വിവേകിന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത്. ഇനിയാണ് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് കാണിക്കുന്നത്. വെലോണി എങ്ങനെ മരിച്ചു വന്നത്. ആ കാറ്റടികളുള്ള ആ സ്ഥലത്തിരുന്ന് ജോൺസ് വലനോട് സംസാരിക്കുന്നത് കാണിക്കുന്നു. അവനാകെ വിഷമത്തിലാണ്. അവന് റൂബിയെ കല്യാണം കഴിക്കണം. പക്ഷേ അവൾക്കതിന് താല്പര്യമില്ലെന്ന് അവന് നല്ലോണം അറിയാം. ഒരുപാട് തവണ താനത് പറഞ്ഞു നോക്കിയെന്ന് ജോൺസ് പറയുന്നു. പക്ഷേ അവൾ അതിന് തയ്യാറാകുന്നില്ല. എങ്ങനെയെങ്കിലും അത് സമ്മതിച്ചെടുക്കാമെന്നാണ് താൻ കരുതിയിരുന്നതെന്ന് ജോൺസ് പറയുന്നു. കുറച്ചു നാൾ മുമ്പേ റൂബിയുടെ മകൾ ഓടിപ്പോയിരുന്നു. അതിനുശേഷം ഒരു 3 ദിവസം കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നു. വെലോണി തിരിച്ചു വന്നതിന് ശേഷം റൂബി ജോൺസിനോട് അടുപ്പം കാണിക്കാറില്ല. റൂബി അവന്റെ അടുത്ത് പോകുന്നതിനെ നിർത്തി. അതോടുകൂടെ അവളെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹമായി നടന്ന ജോൺസിന് ഇത് വല്ലാതെ തിരിച്ചടിയായി. ജോൺസിന് റൂബി എങ്ങനെയും കല്യാണം കഴിച്ചേ അതിന് വെലോണി ഇപ്പോൾ ഒരു വിലങ്ങതടിയാണ്. വെലോണി അന്ന് ഓടിപ്പോയതിനു ശേഷം അവളുടെ കത്ത് കണ്ടിട്ടായിരിക്കണം റൂബി ഇപ്പോൾ ജോൺസിനോട് അടുപ്പം കാണിക്കാറില്ല. വെലോണിക്ക് ഒരു നല്ല അമ്മയാകാൻ തന്നെയായിരിക്കണം അവൾ അവനോട് പോലും അടുപ്പം വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. പക്ഷെ വെലോണി തിരിച്ചു വന്നത് ജോൺസിന് ഭയങ്കര ദേഷ്യമായിട്ടുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും റൂബിയെ കല്യാണം കഴിച്ചതിന് ഇതിപ്പോൾ അവൾ തിരിച്ചു വന്നു. ആകെ പ്രശ്നമായി എന്ന് അവൻ വലനോട് പരാതി പറയുന്നു. തനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്നും ജോൺസ് പറയുന്നു. അപ്പോഴാണ് വലൻ ജോൺസിനോട് ആ പെണ്ണ് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലാക്കിയാലോ എന്ന് ചോദിക്കുന്നത്. ജോൺസ് ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. വലന്റെ അനിയനായിട്ട് ഒന്നും അറിയാത്തതുപോലെ നീ നോക്കുന്നത് എന്താന്ന് വലൻ ജോൺസിനോട് ചോദിക്കുന്നു. അങ്ങനെ അവർ അവിടെ ഇരുന്ന് വെലോണിയെ ഇല്ലാതാകാൻ തീരുമാനമെടുക്കുകയാണ്. ജോൺസ് വലനെ കൊണ്ടുവന്ന് റൂബിയെയും വെലോണിയെയും കാണിച്ചു കൊടുക്കുന്നു. ആ ദിവസം കാണിക്കുന്നു വെലോണി അമ്മയുടെ ആവശ്യപ്രകാരം അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ട ദിവസം. അവൾ ലോഡ്ജിൽ നിന്ന് ഇറങ്ങി ഒരു ഇടവഴിയിലെത്തി. അവിടെയൊന്നും ആരുമില്ല. അവിടെ വെള്ളത്തെ ആ കറുത്ത കാർ കിടക്കുന്നു. അത് വഴി നിറഞ്ഞാണ് കിടക്കുന്നത്. അവൾക്ക് പോകാൻ സ്ഥലമില്ല. അവൾ ചുറ്റും പരതി നോക്കുന്നു. അവൾക്ക് മുമ്പോട്ട് പോകാൻ ഒരു ഇഞ്ച് ഇടമില്ല. പെട്ടെന്നാണ് കാറിന്റെ ഡിക്കി തുറന്ന് വലൻ അവളെ പിടിക്കുന്നത്. അങ്ങനെ വലൻ അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവൻ അവളെയും കൊണ്ട് ആ കാറ്റാടി യന്ത്രങ്ങളുള്ള ആ വിജനമായ സ്ഥലത്തെത്തുന്നു. അവൻ അവളുടെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവനത് അഴിച്ചെടുക്കുന്നു. കയ്യിലെ കെട്ടഴിച്ചതും അവൾ അവന്റെ മുഖത്തിടിച്ച് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ അവൻ അവളുടെ പുറകെ ഓടി അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അവൻ അവളുടെ കഴുത്തിന് പിടിച്ച് ദൂരേക്ക് എറിയുന്നു. അവൾ വേദന കൊണ്ട് പൊളയുന്നുണ്ട്. അവൻ അവളുടെ അടുത്ത് വന്ന് അവളുടെ കാല് ചവിട്ടിഞ്ഞിരിക്കുന്നു. അവൾ വേദന കൊണ്ട് പൊളഞ്ഞു കരയുന്നു. അവൻ അവളുടെ മുഖത്ത് അടിക്കുന്നു. അവൾ അവന്റെ കൈ പിടിച്ച് കടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അവൻ വീണ്ടും അവളെ അടിക്കുന്നു. അവളെ അവിടെയിട്ട് കീഴ്പ്പെടുത്താൻ അവൻ ശ്രമിക്കുന്നു. പെട്ടെന്നാണ് ഒരു പാമ്പ് അവനെ കൊത്തുന്നത്. അവൻ വേദന കൊണ്ട് പൊളഞ്ഞു കരയുന്നു. അവൻ ആ പാമ്പിനെ ചവിട്ടി മാറ്റുന്നു. ആ വേദനയിലും ആ ദേഷ്യത്തിലും അവൻ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. അവൾ എത്ര ശ്രമിച്ചിട്ടും അവൻ അവളുടെ കഴുത്തിലെ ആ പിടി വിടുന്നില്ല. അവന്റെ വേദനയോടൊപ്പം തന്നെ അവൻ ദേഷ്യത്തോടെ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. അവസാനം അവളുടെ ശ്വാസം നിലയ്ക്കുന്നു. അവൻ മരിച്ചു പോയിരിക്കുന്നു.
അവൻ അവളുടെ ഡ്രസ്സ് കീറിയെടുത്ത് അവന്റെ കാലിൽ കെട്ടുന്നു. അങ്ങനെയായിരിക്കാം വെലോണിയുടെ ആ ഡ്രസ്സ് ഒറ്റപ്പാറയിലെ ആ ഷെഡിലെത്തിയത്. ഈ പാമ്പുകടിയേറ്റാണ് വലൻ അന്ന് മരിച്ചുപോയത്. അവൻ ഈ പാമ്പുകടിയേറ്റ് സന്തോഷിനെയും അനിയന്മാരുടെ അടുത്തേക്കാണ് നേരി ചെന്നത്. അവനെ ഹോസ്പിറ്റലാക്കാൻ സന്തോഷിനോടും അനിയന്മാരോടും അവൻ പറഞ്ഞിരുന്നെങ്കിലും അവർ അവനെ ഹോസ്പിറ്റലാക്കിയിരുന്നില്ലല്ലോ. വലൻ അങ്ങനെ പാമ്പുകടിയേറ്റ് മരിച്ചുപോയി. അവനെ അവർ ആ ഷെഡിൽ കുഴിച്ചിടുകയും ചെയ്തു. ഇതാണ് ശരിക്കും വെലോണിക്ക് സംഭവിച്ചത്. ഇതെല്ലാം കേട്ട റൂബി അലറിക്കൊണ്ട് ജോൺസനെ പിടിക്കാൻ പോകുന്നു. പക്ഷേ അവളുടെ കഴുത്ത് മുറിഞ്ഞിരിക്കുകയല്ലേ, അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ അവളെ പിടിച്ച് കിടത്തുന്നു. ഈ സത്യങ്ങൾ അറിഞ്ഞ് റൂബി ആകെ തകർന്നു പോയിട്ടുണ്ട്. റൂബി അലറി കരയുന്നു. തന്റെ പ്രവൃത്തി തന്നെയാണല്ലോ തന്റെ മകളുടെ കൊലയ്ക്ക് കാരണമെന്നായിരിക്കും അവൾ ഓർത്ത് കരയുന്നത്. ഇതേ സമയം വിവേക് ആകെ അസ്വസ്ഥനായി പുറത്ത് നടക്കുകയാണ്. രാമർ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. വിവേക് ഇനി എന്ത് ചെയ്യുമെന്ന് രാമറിനോട് ചോദിക്കുന്നു. എഫ്ഐആർ ഇട്ട് ആ പയ്യനെ അറസ്റ്റ് ചെയ്യണമെന്ന് രാമർ വിവേകിനോട് പറയുന്നു. അവനെ അറസ്റ്റ് ചെയ്താൽ അവനേക്കാളും കൂടുതൽ ആൾക്കാർ പറയാൻ പോകുന്നത് വെലോണിയുടെ അമ്മയുടെ കാര്യമായി. അവർക്ക് പുതിയ കാര്യം കിട്ടുമല്ലോ. വെലോണിയുടെ കാര്യം തന്നെ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൊണ്ടാടിയതെന്ന് നമ്മൾ കണ്ടതല്ലേ. അതുപോലെ തന്നെ അടുത്ത ഇരയായിരിക്കും വെലോണിയുടെ അമ്മ. അപ്പോ ഇനി ജോൺസനെ അറസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് രാമർ ചോദിക്കുന്നു. അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് വിവേക്. പക്ഷെ വെലോണിയെ കുറിച്ച് ഓർത്ത് വിവേകിന് വല്ലാത്ത വിഷമമാവുന്നു. അവൾ ജീവിച്ചിരിക്കുമ്പോൾ അവൾക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഒരു കാരണവുമില്ലാതെ അവളെ കൊന്നിരിക്കുന്നു. അവൾ എന്തിനാണ് മരിച്ചുപോയത്? എന്തായാലും ഈ തെറ്റ് ചെയ്തവനേക്കാളും കൂടുതൽ അവളുടെ അമ്മയും ഇപ്പോൾ അനുഭവിക്കേണ്ടി വരും. അവനുമായി ബന്ധം വെച്ചതിന്റെ പേരിൽ എന്തായാലും റൂബിക്ക് ശിക്ഷ കിട്ടി. അവളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് അവരുടെ പ്രൈവറ്റ് ലൈഫ് ആയിരുന്നില്ലേ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവരും കരുതിയിരുന്നിരിക്കില്ലല്ലോ. പക്ഷേ നാളെ ഇത് സമൂഹത്തിൽ ഒരു ചർച്ചയാവാൻ പോവുകയാണ്. തെറ്റ് ചെയ്തവനേക്കാളും കൂടുതൽ അവരെ കുറിച്ചായിരിക്കും ആൾക്കാർ സംസാരിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം തെളിയിക്കാൻ നടന്നതെന്ന് അവനോർത്ത് വിഷമിക്കുന്നു. ഞാൻ ആർക്കു വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വെലോണിയുള്ളതായി അവന് തോന്നുന്നു. അവൾ അവനെ നോക്കി ചിരിക്കുന്നതായും അവന് തോന്നുന്നു. അവന്റെ മുഖം ആകെ വിഷമം കൊണ്ട് നിറയുന്നു. അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു. അവൻ അവിടുന്ന് അലറി വിളിക്കുന്നു. ഈ സമയം റൂബിയുടെ നില പ്രശ്നമായിട്ടുണ്ട്. അവളുടെ അടുത്തേക്ക് നഴ്സുമാരും ഡോക്ടറും ഒക്കെ വരുന്നത് കാണിക്കുന്നു. അവർ അവളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ ജോൺസനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. വിവേക് അത് നോക്കി നിൽക്കുന്നുണ്ട്. വിവേക് പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളിലെല്ലാം റൂബിയുടെ കുറ്റം കൊണ്ടാണ് വെലോണി മരിച്ചതെന്ന് ആടി നടക്കുന്നുണ്ട്. വിവേക് രാമറെ വിളിച്ച് ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കുന്നു എന്ന് പറയും. വെലോണിക്ക് നീതി കിട്ടാൻ വേണ്ടി ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്നും രാമറോട് അവൻ പറയും. അത് വിവേകല്ല, ഈ നാട്ടിലെ ജനങ്ങളും ഈ സമൂഹവുമാണ് അങ്ങനെ ചെയ്യുന്നത്. രാമർ വിവേകിനോട് പറയുന്നു. വിവേക് നല്ലതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഇതൊന്നും കൊണ്ട് വിവേകിന് സമാധാനമാകുന്നില്ല. അവൻ ആനന്ദിയുടെ മടിയിൽ പോയി കിടക്കുന്നു. എന്നിട്ട് അവളോട് നമുക്ക് ഇനിയും ഒരു കുഞ്ഞു വേണമെന്ന് അവളോട് പറയുന്നു. ഒരു പെൺകുട്ടി. അവളെ ഇതേ സമൂഹത്തിൽ നമുക്ക് വളർത്തണം. അവളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അവളുടെ മനസ്സിന് സന്തോഷമുള്ളതുപോലെ അവൾ വളരണം. ആനന്ദി സമ്മതിക്കുന്നത് പോലെ അവന്റെ മേത്തേക്ക് ചാരുന്നു. വെലോണിക്ക് കിട്ടാതെ പോയ ആ നീതിയെല്ലാം തങ്ങൾക്കൊരു മകളുണ്ടായി അവളോട് കാണണമെന്ന് വിവേക് വല്ലാതെ ആഗ്രഹിക്കുന്നു. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് വദന്തി ദ ഫേബിൾ ഓഫ് വെലോണി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു സീരീസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.